ഇനി നമ്മൾ സെന്റ് ആഞ്ചലിയോ കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ടയിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ് ഡി അൽമേഡയാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. 1505 ഈ കോട്ട നിർമ്മിച്ചത്. ഏകദേശം 150 വർഷക്കാലം പോർച്ചുഗീസുകാർ ഈ കോട്ടയിൽ ഭരണം നടത്തി. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കടലിനടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. കണ്ണൂർ കോട്ടയിൽ സന്ദർശനം നടത്തുന്നതിന് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലായി ധാരാളം ചെടികളും മറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പണ്ടുകാലത്തെ പീരങ്കികളുടെ മോഡൽസും ഇവിടെ കാണാം. ഇത് കോട്ടയുടെ ഒരു വശത്തെ മുകൾ ഭാഗത്തു നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ കടൽക്കാഴ്ചയാണ്. കോട്ടയുടെ പഴയകാല പ്രൗഢി എടുത്തു കാണിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത്. മുൻപ് കോട്ടയിൽ കടൽമാർഗം ആക്രമണം നടത്തുന്നതിനുള്ള പീരങ്കികളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. കോട്ടയിൽ നിന്ന് നേരിട്ട് കടൽത്തീരത്തേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ടൂറിസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12:30 നമ്മൾ കണ്ണൂർ കോട്ടയിൽ നിന്നും തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണൂർ കോട്ടയിൽ വരണേ. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുകയും വേണം. ഫ്രണ്ട്സ്, ഒരു ഫാമിലി ട്രിപ്പായിട്ട് നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ തീർച്ചയായും കണ്ണൂർ കോട്ട സന്ദർശിക്കാൻ മറക്കരുതേ. ഇത് നമ്മുടെ കണ്ണൂർ ട്രാവൽ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.